ജന്തർ മന്ദർ പ്രതിഷേധത്തിന് പിന്തുണ നൽകി കേരളത്തിൽ നടന്ന പ്രതിഷേധങ്ങൾക്കെതിരായ നിയമ നടപടി അവസാനിപ്പിക്കണമെന്ന് ഐഷി ഘോഷ്. പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നിയമ നടപടി തുടരുന്നത് അംഗീകരിക്കാനാകില്ല. SFIക്കും വേടനും മറ്റ് സംഘടനകൾക്കുമെതിരെ നൽകിയ നോട്ടീസുകൾ പിൻവലിക്കണം. വിഷയം രാഹുൽ ഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്നും ഐഷി ഘോഷ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. How the location could not have been known to a lot of people. How did the police know that I am there? Secondly, if they have to summon me, submit a letter, they will do it at my university, at my home. But how did they enter the party office? And I also got to hear that in Kerala so many notices have been sent to many of the people who have participated in the NEET paper leak protest. So that is quite condemnable. That is quite something beyond words, something that we have to critically look into. He is also a member of parliament from Kerala. He should also be concerned. Former member of parliament from Kerala, so he should be concerned about it. Congress has the state government at the end of the day there. So my concern is that he is one of those voices who has been speaking up that NEET paper leak issue should be taken up. Then one thing he is saying in parliament, in the same political party which is governing the state in Kerala, is sending notices to students, is something that we have to see. This is very wrong that is happening, and we want even the UDF government should immediately take back all the charges or the notices they have been sending. This is not at all a democratic way to function. We have said we have not withdrawn from our movement. Our movement will go on. Our protests will go on. Our resistance will go on. Our struggle will go on unless and until we get a reform in the examination system, unless we have a reform in better education system so that student and youth, their concerns are acknowledged. You want ശരത്ലാൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നമുക്കൊപ്പം തത്സമയമുണ്ട്. ശരത്ലാൽ, ഗുഡ് മോർണിംഗ്. ഇപ്പം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജ്യാവശ്യവുമായി ബന്ധപ്പെട്ട് ജന്തർ മന്ദറിൽ നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെ ചുമത്തിയ കേസുകൾ പിൻവലിക്കുമെന്ന് കേന്ദ്രം വിദ്യാർത്ഥികൾക്ക് ഉറപ്പ് നൽകിയതാണ്. പക്ഷേ അത് പാലിക്കപ്പെട്ടില്ല. അക്കാര്യം ഇന്നലെ പാർലമെന്റിലടക്കം രാഹുൽ ഗാന്ധി സൂചിപ്പിച്ചതും ഉന്നയിച്ചതും ഒക്കെയാണ്. സമാനമായ രീതിയിൽ UDF ഭരിക്കുന്ന സംസ്ഥാനത്തും ഈ ജന്തർ മന്ദർ പ്രതിഷേധത്തിന് പിന്തുണ നൽകിക്കൊണ്ട് നടത്തിയ സമരങ്ങളിൽ പലർക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ വേടനടക്കം എതിരെ കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നടപടി ശരിയല്ല. അതും ഒരു ജനാധിപത്യ രാജ്യത്ത് ഈ പ്രതിഷേധങ്ങൾക്ക് അവസരമുണ്ട്. അവർക്കെതിരെ കേസെടുക്കുന്ന, നോട്ടീസ് കൊടുക്കുന്ന ഒരു നില അംഗീകരിക്കാനാവില്ലെന്നാണ് കുറച്ചു മുൻപ് ശരത്ലാലിനോട് തന്നെ ഐഷി ഘോഷ് പറഞ്ഞത്. നിലവിലെ ഒരു സാഹചര്യത്തെ നമ്മൾ എങ്ങനെ വിലയിരുത്തണം? ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം കൊണ്ടുവരണമെന്ന് ഐഷി പറയുമ്പോൾ എന്താണ് നിലവിലെ സാഹചര്യം ശരത്ത്? ഗുഡ് മോർണിംഗ് ശൈലശ്രീ. അതുതന്നെയാണ് ഐഷി ഘോഷ് വ്യക്തമാക്കിയതുപോലെ UDF ഭരിക്കുന്ന സർക്കാരാണ് കേരളത്തിൽ. ആ സർക്കാരാണ് ഇപ്പോൾ ഈ ജന്തർ മന്ദർ പ്രക്ഷോഭത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നടത്തിയ പ്രക്ഷോഭത്തിനും റാലിക്കുമൊക്കെ ഇത് പങ്കെടുത്തവർക്കെതിരെ കേസെടുക്കുകയും നോട്ടീസ് നൽകുകയും ചെയ്തത്. ഇത് വളരെ ഗൗരവമായി SFI കാണുന്നു എന്നതാണ് അവർ വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട രാഹുൽ ഗാന്ധി കേരളത്തിന് മുമ്പേ MP ആയിരുന്ന വ്യക്തിയാണ്. അതുമാത്രമല്ല നീറ്റ് പരീക്ഷയിലും വിദ്യാർത്ഥികളുടെ ആക്രമണത്തിലും ഒക്കെ തന്നെ എതിരെയുള്ള ആക്രമണത്തിനൊക്കെ എതിരെ തന്നെ, അല്ലെ പോലീസ് പരാക്രമത്തിനും പോലീസ് അതിക്രമത്തിനെതിരെ തന്നെ പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ ശബ്ദിച്ച വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിന്റെ പാർട്ടി നയിക്കുന്ന കേരളത്തിൽ ഇത്തരമൊരു നടപടി ഉണ്ടായിരിക്കുക എന്നത് വളരെ ശ്രദ്ധാപൂർവ്വം മാത്രമല്ല അപലപനീയമാണ് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്ന ഐഷി ഘോഷ്. അതേപോലെ തന്നെ റാപ്പർ വേടനടക്കമുള്ള കേസെടുത്തത് പിൻവലിക്കണമെന്നും, കാരണം ഇത്തരം നടപടികൾ UDF സർക്കാരിന്റെ ഭാഗത്തുണ്ടായത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് ഐഷി ഘോഷിന്റെ വ്യക്തമാക്കുന്നത്. എന്നാൽ ഐഷി ഘോഷ് കേരളത്തിന്റെ കാര്യത്തിൽ വളരെയധികം കാര്യങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ശ്രദ്ധയിൽ പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുമെന്നും ഐഷി ഘോഷ് പറയുന്നുണ്ട്. ഏതായാലും സമരത്തിൽ നിന്ന് ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതുകൊണ്ട് മാത്രം സമരത്തിൽ നിന്ന് പിന്മാറില്ല. കാരണം SFI കുറെ കാലങ്ങളായി സമര രംഗത്തുണ്ട്. അതായത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ റിഫോം വേണം, പരീക്ഷ അല്ലെങ്കിൽ സമ്പ്രദായത്തിൽ മാറ്റങ്ങൾ വരണം, കുറ്റമറ്റതാക്കണം. അതാണ് SFI ആവശ്യപ്പെടുന്നത്. അല്ലാതെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചോ മറ്റൊരു മന്ത്രി വന്നോ എന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല സമരത്തിന് അവസരം. അതുപോലെ തന്നെ തങ്ങളടക്കമുള്ള വിദ്യാർത്ഥി സമൂഹത്തിന്റെ വിജയമാണ്, സമര വിജയമായിട്ടാണ് ജന്തർ മന്ദർ സമരത്തെ അവർ വിലയിരുത്തുന്നതും. സേതുലക്ഷ്മി. ഓക്കെ, ശരി ശരത്ത്, ശരി.